നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന മാഷ് തൊടിയിൽ പടുതുകൊണ്ടിരിക്കുന്ന സമയത്ത് കമല എങ്ങോട്ടേക്ക് ചെല്ലുന്നേ. അങ്ങനെ സംസാരിക്കണ സമയത്ത് കമല ആ കാര്യങ്ങൾ മാഷിനോട് പറയുന്നേ. മാഷെ, എനിക്ക് വിക്രത്തിന്റെ മുഖം കണ്ടിട്ട് സഹിക്കുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വേദ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ അവൻ ആകെ തകർന്നു പോകുന്നു പറയാണ്. നേരമണ്ണ ആഹാരം പോലും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, എനിക്കറിയാം. ഇപ്പോഴാണ് അവ ശരിക്കും തിരിച്ചറിയുന്നത് അവൻ എത്രമാത്രം അവളെ സ്നേഹിച്ചിരുന്നുള്ളത്. അടുത്തുണ്ടായിരുന്ന സമയത്ത് അവനൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല കമലയെന്ന് പറയണം. അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ തന്നെ പറഞ്ഞു തീർക്കണം. നമ്മളായിട്ട് എൻ്റെ ഇടയ്ക്കിലേക്ക് കയറിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. കമല പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല മാഷെ, ഇത് അവനും അവളും തമ്മിലുള്ള പ്രശ്നമാണെന്ന്. വേദയുടെ മനസ്സിൽ എന്തോ വേറൊരു കാര്യമുണ്ട്. അത് കേട്ടതും മാഷ് പറഞ്ഞു, അതെനിക്കും തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാഷെ, നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? അവന്റെ ഭാര്യയല്ലേ അവള്. ഇനിയിപ്പോൾ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മുതിർന്നവർ വേണ്ട ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണം മാഷെ, അല്ലാതെ ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. ഒടുവിലും മാഷ് പറഞ്ഞു, നമുക്ക് നോക്കാം, എടുത്തടിച്ചൊരു തീരുമാനമൊന്നും എടുക്കണ്ട. വേദയുടെ കാര്യം അറിയാലോ, അവള് സ്വയം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. നമ്മൾ ആരും അവളെ ഇറക്കി വിട്ടതല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെന്നാലും അവൾ നമ്മളോടൊപ്പം പോരുമെന്ന് ഒരൊറപ്പുമില്ല. ഒരു കാര്യം ചെയ്യാം, വിക്രം വരുമ്പോൾ ഒന്നുകൂടെ സംസാരിക്കാം, എന്താ അവന്റെ നിലപാടെന്ന് അറിയട്ടെ, അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞ് കമലെ ആശ്വസിപ്പിക്കുകയാണ് മാഷ്. ആ സമയത്ത് കമല പറഞ്ഞു, മാഷിനറിയാലോ അവൾ ഈ വീട്ടിൽ കയറി വന്നതിന് ശേഷം എന്തൊരു ഐശ്വര്യമായിരുന്നു, ഈ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, അത് ശരിയാ, എൻ്റെ മോൻ്റെ നിരപരാധിത്വം തെളിയിച്ചത് അവളാണ്. അവളില്ലായിരുന്നെങ്കിൽ, അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അത് തെളിയത്തില്ലായിരുന്നു. പക്ഷെ അവൾ ആദ്യം വന്ന സമയത്ത് ഞാൻ കരുതിയത് അവൾ ഇവിടെ 10 ദിവസം പോലും തയ്ക്കില്ലാന്നാ. അന്ന് എനിക്ക് അവളോട് ദേഷ്യമായിരുന്നു. പിന്നെ പതുക്കെ ആ ദേഷ്യം മാറി ഇഷ്ടമായി. പിന്നീട് ഞാൻ അവളെ മരുമോളായിട്ടല്ല മകളായിട്ടാ കണ്ടത്. എനിക്കറിയായിരുന്നു അവൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ആദ്യമൊക്കെ പല കാര്യങ്ങളും അവളോട് എനിക്ക് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവൾ എപ്പോഴും സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുവോളെന്ന് എനിക്കറിയാം. നേരെ പോകുന്നൊരു സ്വഭാവക്കാരിയാ. അങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ടൊന്നും ഒന്നും ചെയ്യാറുമില്ല. പിന്നെ നമുക്ക് കിട്ടിയത് മരുമക്കളിൽ നന്ദിനി മാത്രമേ ഉള്ളൂ അത്തരം സ്വഭാവമുള്ള ഒന്ന്. ശ്രീജയുടെ കാര്യം അറിയാലോ, ശ്രീജയ്ക്കും വിശ്വത്തിനും ഒക്കെ ആണെങ്കിലും നല്ലൊരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്ത വേദയല്ലേ. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, അതൊക്കെ ശരിയാ മാഷേ, അവർക്കും ഭയങ്കര സങ്കടമാണ്. ശ്രീജയ്ക്കാണെങ്കിലും വിഷമമുണ്ട്, പക്ഷെ നന്ദിനിക്ക് മാത്രമാണ് സന്തോഷമുള്ളത്. അത് കേട്ടപ്പം മാഷ് പറഞ്ഞു, പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും നിവരില്ലല്ലോ കമലെ, അതിനി ഒരിക്കലും അങ്ങനെ തന്നെ കിടക്കത്തുള്ളൂ, നിവരാനും പോകുന്നില്ല. അതുപോലെ തന്നെയാണ് നന്ദിനിയുടെ സ്വഭാവം. എത്ര പറഞ്ഞാലും അവളുടെ തലയിലേക്ക് കയറത്തില്ല. അവളൊട്ട് നന്നാവത്തുമില്ല, മറ്റുള്ളവർ നന്നാവുന്ന കാണുമ്പോഴത്തേനും അവൾക്ക് അസൂയാണ് താനും. അങ്ങനെയൊക്കെ അവർ സംസാരിക്കുകയാണ്. ഇതേ സമയത്ത് സുധയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു വേദ വീട്ടിലേക്ക് പോയാൽ. കാരണം വേദ ഇവിടെ ഉണ്ടെങ്കിൽ, വിക്രത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ വിക്രം ശ്രീനിവാസന്റെ കൂടെ വരാൻ ചാൻസ് കുറവാണ്. കാരണം വിക്രത്തിനെ പിന്നെ കിട്ടത്തില്ല. അവർ തമ്മിലുള്ള അടുപ്പം ശ്രീനിവാസന്റെ വിക്രത്തിനെ ബന്ധത്തിൽ ഒലിക്കുമെന്നറിയാം. അപ്പൊ അത് സുധ ശ്രീനിവാസനോട് പറയുകയും ചെയ്തു. വിക്രം വന്നിട്ട് പോയതിന് ശേഷം, ഞാൻ നോക്കിയിട്ട് ഈ ലക്ഷ്യ സമയത്ത് നല്ല കാര്യമായിട്ടാണ് തോന്നേ. വേദ ഉണ്ടെങ്കിൽ ശ്രീനിചേട്ടനോടൊപ്പമുള്ള ഈ പ്രചരണത്തിനൊന്നും വിക്രം അധികം അങ്ങനെ ഇറങ്ങി വരത്തില്ല. കാരണം വിക്രത്തെ തടയിടും അവള്. അത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, എനിക്കും നല്ലൊരു കാര്യമായിട്ടാ തോന്നി. എന്താണെങ്കിലും കേസിന്റെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ, കേസിന്റെ വാദവും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വിക്രം നമ്മളോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് അവൾ ജയിക്കാനൊന്നും പോകുന്നില്ല സുധേ, അതിനെനിക്ക് 100% വിശ്വാസമുണ്ട്. രാമകൃഷ്ണൻ വക്കീൽ അത് പറയുകയും ചെയ്യുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധ പറഞ്ഞു, അത് ശരിയാ, ഈ ഇലക്ഷനിൽ ശ്രീനിയേട്ടൻ ജയിക്കണം, അതാണല്ലോ നമ്മുടെ ആഗ്രഹം എന്ന് പറയണം. അതെ, ഞാൻ ജയിക്കും. അതിനുശേഷം അവൾക്കിട്ട് കൊടുക്കാനുള്ള പണി എന്താണെങ്കിലും ഞാൻ കൊടുക്കും. ഞാനിതങ്ങനെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. പിന്നെ വിക്രത്തിന്റെ ഭാര്യയാന്നുള്ള ഒരു പരിഗണന വെച്ചാൽ ഇത്ര നാളും ഞാനൊന്നും മിണ്ടാതിരുന്നേ. പക്ഷെ എനിക്കെതിരെ അവൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ ഞാൻ അവൾക്ക് കൊടുക്കുമെന്ന് പറയണം. പിന്നീട് രാധ വൈകുന്നേരം ഓട്ടോ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിലേക്ക് എന്ന് നിൽക്കുന്ന സമയത്ത് മാലതി എന്നിട്ട് ചോദിച്ചു, എന്താടി നിന്റെ മുഖത്ത് എന്താ ഒരു വിഷമം ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറയണം. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അതെ, ഞാനത് വേദയെ കണ്ടായിരുന്നു പറയണം. വേദയോ? നീ എന്തിനാ അവളെ കാണാൻ പോയത്? അത് പിന്നെ വിക്രമേനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. വീണ്ടും തുടങ്ങിയ നിന്റെ സൂക്കേട്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പം കുറച്ച് സമാധാനമുണ്ട് ഈ വീട്ടില്, നീ ആയിട്ട് അത് വീണ്ടും ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം രാധ പറഞ്ഞു, അമ്മ എന്ത് വർത്താനാ പറയണേ? ഞാൻ ആരുടെ സമാധാനം കെടുത്താൻ പോയെന്നാ പറഞ്ഞേ? ഈ കുടുംബത്തിന് സമാധാനം അല്ല എന്താ? അമ്മേ, വേദ ആ വീട്ടിലില്ലെന്ന് കരുതിയിട്ട് ഞാൻ ആ
ഞാൻ വിക്രമേട്ടൻ്റെ കൂടെ വീണ്ടും പോകും നമ്മ കരുതുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഇത് അങ്ങനെ എങ്ങാനും പോയാലുണ്ടല്ലോ ഈ മാലതി ആരാ നീ അറിയും. അമ്മേ, ഞാൻ അതിനു വേണ്ടിയൊന്നും അല്ല വേദയെ കണ്ടത്. വേദയോടും വിക്രത്തോടും ഒന്നിച്ച് ജീവിക്കാൻ പറയാനായിട്ടോ, ഒന്നിച്ച് ജീവിക്കാനായിട്ടോ. അതെ, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം. മുമ്പായിരുന്നെങ്കിൽ അങ്ങനെയും ചെയ്യത്തില്ലായിരുന്നു. ഞാൻ എങ്ങനെയാലും ഇടയ്ക്കിലേക്ക് കയറാൻ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അവരുടെ സ്നേഹം എനിക്കറിയാമേ. അമ്മ പറഞ്ഞാൽ ശരി, സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒരിക്കലും അകറ്റാൻ പറ്റില്ല. അവർ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അവർ തമ്മിൽ അത്ര അടുപ്പത്തില്ല. അപ്പൊ വേദയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോയതാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാലതിയുടെ അത്ഭുതത്തോട് കൂടിയിട്ട് അതേ നോക്കുകയാണ്. അല്ല, നിനക്ക് എന്ന് തുടങ്ങി ഈ നല്ല ബുദ്ധിയൊക്കെ? എൻ്റെ ഭഗവാനെ, ഈ ബുദ്ധി നേരത്തെ ഇവൾക്കുണ്ടായി തുടങ്ങുമായിരുന്നെങ്കിൽ അതൊരു നല്ല സമയമായിരുന്നു. അങ്ങനെയാണ് ഇപ്പം നിന്റെ കല്യാണം കഴിഞ്ഞ് നിനക്ക് 2-3 പിള്ളേരും ആയാനും ഞാൻ പേരക്കുഞ്ഞുങ്ങളെ ലാലിച്ചേനെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം രാധ പറഞ്ഞു, അതെ അമ്മ ഇപ്പം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടെന്ന് പറയണം. പിന്നെയോ, എനിക്ക് വിഷമമുള്ളതുകൊണ്ട് അമ്മയോട് ഞാനിത് പറയുന്നേ. വിക്രമേട്ടന് ആകെപ്പാടെ തകർന്നു പോമേ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണേ. എടി, അവൻ തകരട്ടെ, നിനക്ക് അതിനെന്താ പ്രശ്നം ഇരിക്കുന്നേ? നിന്റെ ഭർത്താവൊന്നും അല്ല അവന്. അല്ലമ്മേ, എന്നാലും അതല്ലല്ലോ. ഒരു പക്ഷേ അവള് വിക്രമേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാനും വിക്രമേട്ടനും കൂടെ ഒന്നിക്കുമായിരുന്നല്ലേന്ന് ചോദിക്കുക. ആ, ഇതാപ്പ ബെസ്റ്റ്. എടി, നിന്നെ അവൻ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു പെങ്ങളെ പോലെയാ. പിന്നെ നിന്നെ കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മാലതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് രാധ ഓർത്തു, എങ്ങനെയെങ്കിലും വിക്രമേട്ടനും വേദയും കൂടെ ഒന്നിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ പാവം വിക്രമേട്ടൻ തകർന്നു പോകും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം രാധയ്ക്കും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. ഈ സമയം വേദയാണെങ്കിലോ ഭയങ്കര സങ്കടത്തിൽ തന്നെയായിരുന്നു. വേദയ്ക്ക് വിക്രമനെ കുറിച്ചായിരുന്നു സങ്കടം. നേരെ ചൊവ്വേ ആഹാരം പോലും കഴിപ്പില്ല. ഇതൊക്കെ പത്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പത്മ ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് എല്ലുവാണ്. ശങ്കരനാരായണൻ്റെ അടുത്ത് എന്നിട്ട് വേദയുടെ കാര്യങ്ങൾ പറയണം. അവൾക്ക് ഒന്നിനും ശ്രദ്ധയില്ല. ശങ്കരേട്ട ആഹാരം പോലും നേരെ ചൊവ്വേ കഴിക്കണില്ല. എപ്പോഴും മുറിക്കാത്ത, കോടതി പോയി വന്ന ഉടനെ മുറിക്കകത്ത് കഥ കടിച്ചിരിക്കുന്നതാണ്. നമ്മൾ വിളിച്ചാലും നമ്മളോട് അധികം സംസാരം പോലും ഇല്ലെന്ന് പറഞ്ഞു. അത് കേട്ട ശങ്കരനാരായണൻ പറഞ്ഞു, അത് പിന്നെ അവൾക്ക് വിഷമമില്ലാതിരിക്കുവേ. എനിക്കിത് തോന്നേ, ഇത് വിക്രമം വേദം തമ്മിലുള്ള പ്രശ്നമാണെന്ന് തോന്നില്ല. വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള പോലെ തോന്നുന്നുണ്ട്. എന്ത് പ്രശ്നം? അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, അവർ തമ്മിലുള്ള പ്രശ്നമല്ലിത്. വേറെ എന്തോ ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ വേദ ഇത്രമാത്രം സങ്കടപ്പെടില്ല. അവളുടെ മനസ്സിൽ എന്തോ കാര്യമായിട്ട് കയറി കൂടിയിട്ടുണ്ട്. ശങ്കരൻ ഒന്നുകൂടെ ചോദിച്ചു നോക്കിയാൽ നല്ലതായിരുന്നു പറയണം. അപ്പോഴേക്കും ശങ്കരനാരായണൻ പറഞ്ഞു, അവൾ ഇങ്ങോട്ടേക്ക് വന്ന തന്നെ ഭാഗ്യം. അവൾക്ക് വൈകിയാണെങ്കിലും വിവേകം ഉണ്ടായല്ലോ. അവൾ ആ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ലെന്ന്. ഇനിയിപ്പം നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര സങ്കടമായി പത്മയ്ക്ക്. പത്മ പറഞ്ഞു, അവളുടെ ജീവിതം ഇങ്ങനെ തകർന്ന് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ സങ്കടം കാണുമ്പോൾ ഒന്നുമല്ലെങ്കിലും ഞാൻ അവളുടെ അമ്മയല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, ഇപ്പം തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യണ്ട. അവളുടെ മൈൻഡൊക്കെ ഒന്ന് ശരിയാകട്ടെ. നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ പോയിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ. അതല്ലേ പത്മ നല്ല കാര്യം. ആ വിക്രമായിട്ട് ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാകുന്ന എനിക്ക് തോന്നില്ല. അവൻ്റെ കുടുംബം പശ്ചാത്തലമൊക്കെ അങ്ങനെയുള്ളതല്ലേ. ഇനി കുറച്ചാൾ കഴിയുമ്പോഴത്തേനും അവൾ ഇതൊക്കെ പതുക്കെ അങ്ങോട്ട് മറക്കും. അപ്പോൾ അവളുടെ കല്യാണം നമുക്ക് നടത്താമെന്നൊക്കെ പറയണം. പക്ഷേ പത്മത്തിന് തോന്നിയില്ല വേറൊരു വിവാഹത്തിന് സമ്മതിക്കും എന്നൊക്കെ ഉള്ളത്. പിന്നീട് വിക്രം വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരണ സമയത്ത് മാഷൊക്കെ ചെന്ന് വിക്രത്തോട് കാര്യം പറയാണ്. എടാ, നീ ഒന്നുകൂടെ പോയി സംസാരിക്കണം അവളോട്. സംസാരിച്ച് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ വിക്രം സമ്മതിച്ചില്ല. വിക്രം പറഞ്ഞു, വേണ്ടച്ചാ, ഇനി അങ്ങോട്ട് പോയിട്ടും കാര്യമുണ്ടെന്ന് തോന്നില്ല. അവൾക്ക് എന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല. പിന്നെ എന്തിനാ പോണേന്നൊക്കെ ചോദിച്ചു. പക്ഷേ എങ്കിൽ മാഷും കമലയും സമ്മതിച്ചില്ല. അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞങ്ങളൂടെ വരാമെന്ന് പറയണം. ഒടുവില്ല വിക്രം പറഞ്ഞു, വേണ്ട, കാരണം ഇവരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി നാണം കെടുത്തേണ്ട കാര്യമില്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് വിക്രം അങ്ങനെ പറയണത്, പോകണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേങ്കിൽ മാഷ് ഒരു കാര്യം തീരുമാനിച്ചു. വേദയെ കണ്ടിട്ട് തന്നെ കാര്യം. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലോ. വേദയെ കാണണം, സത്യങ്ങളൊക്കെ അറിയണം എന്നൊരു ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട് സുധാകരൻ മാഷ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വൈകുന്നേരം ഇതേ സമയത്ത് വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.